ഹരി ഓം. ശ്രീരാമജയം. ഗർഗമുനിയ രചിക്കപ്പെട്ട ഗർഗഭാഗവതം. അതിലെ ഒന്നാമത്തെ ഖണ്ഡം ഗോലോകഖണ്ഡം. 10 അധ്യായങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു. ഇന്ന് 11-ാം അധ്യായം ശ്രീകൃഷ്ണ അവതാരമാണ് കാണേണ്ടത്. ഭഗവാന്റെ അനുഗ്രഹത്തോടെ നമുക്കത് ചൊല്ലാൻ കഴിയട്ടെ, കാണാൻ കഴിയട്ടെ. ഭഗവാൻ നമ്മളിലും വന്ന് അവതരിക്കട്ടെ. പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശരദ്ദിഗജപങ്കജ ശ്രിയമതീവ വിദ്വേഷകം മിളിന്ദമുനിസേവിതം കുലിശകഞ്ചചിഹ്നാവൃതം സ്ഫുരത്കനകനൂപുരം ദളിതഭക്തതാപത്രയം ചലദ്യുതിപദദ്വയം ഹൃദി ദധാമി രാധാപതേ. വദനകമലനിര്യദ്യസ്യ പീയൂഷമാദ്യം പിബതി ജനവരോയം പാതു സോയം ഗിരം മേ. ബദരിവനവിഹാര സത്യവത്യ കുമാര പ്രണതദുരിതഹാര ശർഗധന്വാവതാരഃ. സാക്ഷാത് നരനാരായണന്മാരെയും സരസ്വതീ ദേവിയെയും വ്യാസഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും രാധാദേവിയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ ആ പാദപത്മങ്ങളിൽ ശിരസ് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം 11-ാം അധ്യായം ശ്രീകൃഷ്ണാവതാരം. ഈ ജഗത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് പോലെ നമ്മുടെ ആ ഹൃദയ ഗുഹയിലും അന്ധകാരം, അജ്ഞതയുടെ അന്ധകാരം നിറഞ്ഞ ആ ഹൃദയ ഗുഹയിലും പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് അവതരിക്കട്ടെ. ആസുരശക്തികൾ ചുറ്റും വന്ന് നിറയുമ്പോൾ, പ്രളയം കൊണ്ട് ജലം വന്ന് മൂടി ശ്വാസം കിട്ടാതെയാകുമ്പോൾ മകരമത്സ്യമായിട്ട് ഭഗവാൻ വരുന്നു. പിന്നീട് ധർമ്മത്തിൻ്റെ സ്തൂപം ആ അജ്ഞതയുടെ കടലിൽ മുങ്ങിത്താഴുമ്പോൾ കൂർമ്മമായിട്ട് ഭഗവാൻ വന്ന് ആ ധർമ്മത്തിൻ്റെ സ്തൂപം ഉയർത്തുന്നു. ഈ ജീവാത്മാവിനെ ആസുരശക്തികൾ അജ്ഞതയുടെ അന്ധകാരത്തിൽ ആ കടലിൽ കൊണ്ട് ഒളിപ്പിച്ചു വയ്ക്കുമ്പോൾ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ വന്ന് തൻ്റെ തേറ്റമേലെടുത്തിരുത്തി നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നു. കുഞ്ഞു പ്രഹ്ലാദൻ സ്തുതിക്കുമ്പോൾ മനുഷ്യനുമല്ല മൃഗവുമല്ല എന്ന രൂപത്തിൽ ഉഗ്ര നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. ഭക്തനെ ആരെങ്കിലും വേദനിച്ചാൽ തനിക്ക് സഹിക്കാനാവില്ല. അതിന് ഏത് രൂപം വേണമെങ്കിലും താൻ സ്വീകരിക്കും. തൻ്റെ ഭക്തന് വേണ്ടിയിട്ടാണ് ആ ശാന്ത സ്വരൂപനായിട്ടുള്ള പൂർണ്ണ സാത്വികനായിട്ടുള്ള ആ ഭഗവാൻ ഉഗ്ര നരസിംഹമൂർത്തിയായിട്ട് തീക്കട്ട പോലെ ജ്വലിക്കുന്ന കണ്ണുകളോടെ കൂർത്ത നഖങ്ങളിലും ദംഷ്ട്രമയിലും രക്തം പുരണ്ട് ഉഗ്രരൂപിയായിട്ട് അതിഭയാനകമായ നരസിംഹമൂർത്തിയായിട്ട് അലറി വിളിക്കുമ്പോൾ ഈ ത്രിലോകങ്ങളിലുള്ളവരും ഭയന്ന് വിറച്ച്, ലക്ഷ്മി ദേവി പോലും ഭഗവാന്റെ അടുത്തേക്ക് പോകുവാനായിട്ട് ഭയന്ന് വിറച്ച് നിൽക്കുമ്പോൾ തൻ്റെ ഭക്തനായ ആ കുഞ്ഞു പ്രഹ്ലാദൻ സ്തുതിക്കുമ്പോൾ ഭഗവാൻ വീണ്ടും ശാന്തസ്വരൂപനായിട്ട് മാറുന്നു. തൻ്റെ ഭക്തൻ്റെ ഹൃദയത്തിലാണ് താനുള്ളത്. തൻ്റെ ഭക്തൻ്റെ ഹൃദയത്തിലാണ് തൻ്റെ ആവാസ സ്ഥലമെന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. തൻ്റെ ഭക്തൻ്റെ മനസ്സിൽ അഹങ്കാരം ജനിക്കുമ്പോൾ, അഹങ്കാരത്തിൻ്റെ ഒരു ചലനമുണ്ടാകുമ്പോൾ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ച് തൻ്റെ ആ തൃപ്പാദങ്ങൾ കൊണ്ട് തൻ്റെ ആ ഭക്തനെ അനുഗ്രഹിക്കുന്നു. പിന്നീട് ഭൂമിയെ സംരക്ഷിക്കേണ്ട ക്ഷത്രിയർ തന്നെ ഈ ഭൂമിയിൽ അധർമ്മത്താൽ ഭൂമിയെ നശിപ്പിക്കുമ്പോൾ ഭഗവാൻ പരശുരാമമൂർത്തിയായിട്ട് അവതരിച്ച് വീണ്ടും ധർമ്മം പുനഃസ്ഥാപിച്ച് ബ്രാഹ്മണരുടെ കയ്യിൽ ഭദ്രമായിട്ട് ഭൂമിയെ ഏൽപ്പിക്കുന്നു. പിന്നീട് ശ്രീരാമമൂർത്തിയായിട്ട് ആസുരശക്തികൾ, രാക്ഷസന്മാർ നടനമാടുമ്പോൾ അവരെയെല്ലാം ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രീരാമമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു.
അതിനുശേഷം ബലരാമനായിട്ട്. ഇപ്പോൾ ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ സമയമാണ്. ഭഗവാനാണ് തീരുമാനിക്കുന്നത് എവിടെ, എങ്ങനെ, എപ്പോഴൊക്കെ അവതരിക്കണമെന്ന്. ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ. നമ്മുടെ ഉള്ളിലും ആ ശ്രീകൃഷ്ണാവതാരത്തിനുള്ള സമയമായോ? നമ്മുടെ ഉള്ളിലും നമ്മൾ അതിന് യോഗ്യരായോ? നമ്മുടെ ഉള്ളിലും ഭഗവാൻ അവതരിക്കാനുള്ള സമയമായോ എന്ന് ഭഗവാൻ തന്നെയാണ് തീരുമാനിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, ഭഗവാനെ ഞങ്ങളുടെ ഉള്ളിലും ആ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കണേ, ഞങ്ങളുടെ ഉള്ളിലും അങ്ങ് നിറഞ്ഞു നിൽക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്രീകൃഷ്ണാവതാരം നമുക്ക് ചൊല്ലാം. ശ്രീനാരദ ഉവാച പരിപൂർണതമഃ സാക്ഷാത് ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയം വിവേശ വസുദേവസ്യ മനഃപൂർവം പരാത്പരഃ സൂര്യേന്ദുവഹ്നിസങ്കാശോ വസുദേവോ മഹാമനാഃ ബഭൂവാത്യന്തമഹസാ സാക്ഷാത് യജ്ഞ ഇവാപരഃ. നാരദ മഹർഷി ബഹുലാശ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണല്ലോ ഗർഗം മുനി ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നാരദ മഹർഷി ബഹുലാശ മഹാരാജാവിനോട് പറയുകയാണ്, അല്ലയോ മിഥിലേശ്വര, പരാത്പരനും പരിപൂർണതമനുമായ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ ആദ്യം അവതരിച്ചത് വസുദേവന്റെ മനസ്സിലാണ്. അതോടെ അദ്ദേഹം മറ്റൊരു യജ്ഞനാരായണനെ പോലെ ശോഭിക്കുവാൻ തുടങ്ങി. ദേവക്യാമാഗതേ കൃഷ്ണേ സർവമേഷാമഭയം കരേ രരാജതേന സാ ഗേഹേ ഘനേ സൗദാമിനീ യഥാ തേജോവതീം ച താം വീക്ഷ്യ കംസപ്രാഹ ഭയാതുരഃ പ്രാപ്തോയം പ്രാണഹന്താ മേ പൂർവമേഷാ ന ചേദൃശീം ജാതമാത്രം ഹനിഷ്യാമീത്യുക്താസ്തേ ഭയവിഹ്വലഃ. അതിനുശേഷം സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ ദേവകി മാതാവിൻ്റെ ഗർഭത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ദേവകി മാതാവ് സാക്ഷാത് ലക്ഷ്മി ദേവിയെ പോലെ ശോഭിക്കുവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇത് കണ്ടപ്പോൾ കംസന്റെ ഭയം വർദ്ധിച്ചു. കാര്യം ഇത്രയും നാളും ദേവകിയെ ഇത്രയും തേജസ്വിയായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ടും തൻ്റെ അന്തകനായ ആ കൃഷ്ണൻ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് കംസന് മനസ്സിലായി. പശ്യൻ സർവത്ര ച ഹരിം പൂർവശത്രും വിചിന്തയൻ അഹോ വൈരാനുബന്ധേന സാക്ഷാത് കൃഷ്ണോ അപി ദൃശ്യതേ. ആരും മോശമായിട്ടോ ആരും ദുഷ്ടരായിട്ടോ ഒന്നുമില്ല. എല്ലാവരും ഓരോരോ വഴികൾ തിരഞ്ഞെടുക്കുന്നു ഭഗവാനിലേക്ക് എത്തിച്ചേരാനായിട്ട്. അത് ശത്രുതാ ഭക്തിയായാലും മാധുര്യ ഭക്തിയായാലും വാത്സല്യ ഭക്തിയായാലും സഖ്യഭക്തിയായാലും ഏത് ഭക്തിയായാലും ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ലക്ഷ്യം. കംസൻ തിരഞ്ഞെടുത്തത് ശത്രുതാ ഭക്തിയാണ്. കംസൻ അധികം നാളൊന്നും കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടായില്ല. എത്രയും പെട്ടെന്ന് ഭഗവാനിലേക്ക് എത്തിച്ചേരണമായിരുന്നു. അതിനുള്ള എളുപ്പമാർഗമാണ് ഈ ശത്രുതാ ഭക്തി. അപ്പോൾ കംസന്റെ ഉള്ളിൽ തൻ്റെ ശത്രുവായിട്ടാണ് ഭഗവാനെ കാണുന്നതെങ്കിലും ഏക ലക്ഷ്യം ഭഗവാൻ മാത്രമായിരുന്നു. നമ്മൾ ഏത് വഴി തിരഞ്ഞെടുത്താലും നമ്മുടെ ഏക ലക്ഷ്യം ഭഗവാൻ മാത്രമായിരിക്കണം. കംസന്റെ ആ ഏക ലക്ഷ്യം ഭഗവാൻ മാത്രമായതുകൊണ്ട് കംസൻ എല്ലായിടത്തും ഭഗവാനെ ദർശിക്കുവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. തസ്മാദ്വൈരം പ്രകുർവന്തി കൃഷ്ണപ്രാപ്ത്യർത്ഥമാസുരാഃ അഹോ ദൃഢതാപൂർവമായ വിദ്വേഷം കൊണ്ട് മാത്രം ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രത്യക്ഷത്തിൽ ദർശിക്കുവാൻ സാധിക്കുന്നു. അതിനാൽ അസുരന്മാർ ഭഗവാനെ പ്രാപിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഭഗവാനോട് വൈരഭാവം വെച്ച് പുലർത്തുന്നു എന്നാണ് ഗർഗ മഹർഷി പറയുന്നത്. എല്ലാവരിലും നന്മ മാത്രം കാണാനാണ് നമ്മളെ നമ്മുടെ മഹർഷിമാരൊക്കെ പഠിപ്പിക്കുന്നത്. നമുക്ക് കംസനോട് ദേഷ്യമൊന്നും തോന്നണ്ട. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും ഭഗവാനിൽ എത്തിച്ചേരുക എന്നത് മാത്രമാണ്. അഥ ബ്രഹ്മാദയോ ദേവാ മുനീന്ദ്രൈരസ്മാദാദിഭിഃ ശൗരീഗൃഹോപരിപ്രാപ്താസ്തവം ചക്രുഃ പ്രണമ്യതം. ഭഗവാൻ ഗർഭാശയത്തിൽ ആവിഷ്ടനായപ്പോൾ ബ്രഹ്മാദി ദേവന്മാരും നാരദ മുനിമാരും വസുദേവരുടെ വീടിന് മുകളിൽ ആകാശത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് ഭഗവാനെ പ്രണമിച്ച് സ്തുതിക്കുവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇനി ദേവന്മാരുടെ സ്തുതിയാണ്. ദേവാ ഊചുഃ
यज्जागरादिषु भवेषु परं ह्यहेतुर्हेतुसिदस्य विचरन्ति गुणाश्रयेण नैतद्विशन्ति महदेन्द्रियदेवसङ्गात् तस्मै नमोऽग्निमिव विस्तृतविस्फुलिङ्गाम् नैवेशितुं प्रभुरयं बलिनां बलीयान् मया न शब्द उदनो विषयीकरोति तद्ब्रह्म पूर्णममृतं परमं प्रशान्तं शुद्धं പരാത്പരതരം ശരണം ഗതാസ്മാം. ഭഗവാനല്ലേ അവതരിച്ചിരിക്കുന്നത്? സാക്ഷാത് പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചുവെന്ന് ദേവന്മാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ബ്രഹ്മാദി ദേവഗണങ്ങൾ വന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഉണർന്നും ഉറങ്ങിയുമുള്ള അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിൻ്റെ ഏകമാത്ര ഹേതുവായി സ്വയം ഹേതുരഹിതനായിരിക്കുന്ന ആരുടെ ഗുണങ്ങളെ ആശ്രയിച്ച് ഈ പ്രാണി സമുദായം എല്ലായിടത്തും വിചരിക്കുന്നുവോ, അതുപോലെ അഗ്നിയിൽ നിന്നുണ്ടാവുന്ന തീപ്പൊരികൾ ഏത് വിധത്തിലാണോ വീണ്ടും അഗ്നിയിൽ പ്രവേശിക്കാത്തത്, അതുപോലെ മഹത്തത്വവും ഇന്ദ്രിയവർഗവും അതിൻ്റെ അധിഷ്ഠാക്കളായ ദേവസമൂഹവും ആരിൽ നിന്നും ഉത്ഭവിച്ച് വീണ്ടും ആരിലേക്ക് പ്രവേശിക്കുന്നില്ലയോ, ആ ഭഗവാനായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞങ്ങൾ സാദരം നമസ്കരിക്കുന്നു. ബലവാന്മാരിൽ ശ്രേഷ്ഠനായ കാലം ആരിൽ പ്രഭാവം ചെലുത്തുന്നില്ലയോ, മായ ആരെ വിഷയമാക്കുന്നില്ലയോ, ആ പരമ അമൃത പ്രശാന്ത ശുദ്ധ പരാത്പര പൂർണ്ണ പരബ്രഹ്മ സ്വരൂപനായ അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. अंशांशकांशककलाद्यवतारवृन्दैर् आवेशपूर्णसहितैश्च परस्य यस्यां सर्गादयः किल भवन्ति तमेव कृष्णं पूर्णात् परन्तु परिपूर्णतमं न तस्माम्. അംശാവതാരം, കലാവതാരം, ആവേശാവതാരം, പൂർണ്ണാവതാരം എന്നീ വിവിധ അവതാരങ്ങളിലൂടെ ഈ വിശ്വത്തിൻ്റെ സൃഷ്ടിപാലനം മുതലായ കാര്യങ്ങൾ ആരാണോ ചെയ്യുന്നത്, ആ പൂർണ്ണത്തിനപ്പുറമുള്ള പരിപൂർണതമൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. മന്വന്തരേഷു ച യുഗേഷു ഗതാഗതേഷു കൽപേഷു ചാംശകലയാ സ്വവപുർവിഭർഷീം അദ്യൈവ ധാമ പരിപൂർണതമം തനോഷി ധർമ്മം വിധായ ഭുവി മംഗളമാതനോഷീം. വീണ്ടും പറയുകയാണ്, അല്ലയോ പ്രഭോ, കഴിഞ്ഞതും ഇപ്പോഴുള്ളതും വരാൻ പോകുന്നതുമായ മന്വന്തരങ്ങളിലും യുഗങ്ങളിലും കൽപ്പങ്ങളിലും അങ്ങ് അംശാവതാരവും കലാവതാരവും എടുക്കുന്നു. എന്നാൽ ഇന്നാണ് അവിടുന്ന് പരിപൂർണതമനായി അവതരിക്കുന്ന ഈ സൗഭാഗ്യ ദിവസം ഉണ്ടായിരിക്കുന്നത്. ഈ പരിപൂർണ അവതാരത്തിലൂടെ ഭൂമിയിൽ ധർമ്മം സ്ഥാപിച്ചിട്ട് അവിടുന്ന് മംഗളം പ്രസരിപ്പിക്കും. യദ്ദുർലഭം വിശദയോഗിഭിരപ്യഗമ്യം ഗമ്യം ദ്രവദ്ഭിരമലാശയ ഭക്തിയോഗൈ ആനന്ദകന്ദചരദസ്തവ മന്ദയാന പാദാരവിന്ദമകരന്ദരജാതധാമാം. ആനന്ദ അല്ലയോ ദേവകീ നന്ദന, അവിടുത്തെ ചരണാരവിന്ദങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട അന്ധകരണമുള്ള യോഗികൾക്ക് പോലും ദുർലഭവും അഗമ്യവുമാണെങ്കിലും സ്വന്തം ഭക്തർക്ക് അത് പരമസുലഭവുമാണ്. അവർ സ്വന്തം നിർമ്മല ഹൃദയത്തിൽ ഭക്തിയോഗം ധരിച്ച് എപ്പോഴും പ്രീതിരസത്തിൽ നിമഗ്നരായി ദ്രവിതചിത്തരായി സ്ഥിതി ചെയ്യുന്നു. വിശുദ്ധ രൂപത്തിൽ മന്ദം മന്ദം വിചരിക്കുന്ന അവിടുത്തെ ചരണാരവിന്ദത്തിൻ്റെ തേനും പൂമ്പൊടിയും ഞങ്ങൾക്ക് സാനുരാഗം ശിരസിൽ ധരിക്കുവാൻ സാധിക്കട്ടെ എന്നു മാത്രമാണ് ഞങ്ങളുടെ ആന്തരിക അഭിലാഷം. പൂർവം തഥാത്ര കമനീയവപുഷ്മയം ത്വാം കന്ദർപ്പകോടിശതമോഹനമദ്ഭുതം ച ഗോലോകധാമദിഷണദ്യുതിമാദധാനം രാധാപതിം പരമധുര്യധനം ദധാനം.
അവിടുന്ന് പരമകമനീയ കളേബരനാണ്. അങ്ങ് അവിടുത്തെ രൂപം ശതകോടി കാമദേവന്മാരെയും മോഹിപ്പിക്കുവാനെന്ന വിധത്തിൽ പരമാത്ഭുതകരമാണ്. അവിടുന്ന് ഗോലോക വൃന്ദാവനത്തിലേതുപോലെയുള്ള അതേ ദീപ്തി ഇവിടെയും പ്രദർശിപ്പിക്കും. സർവോത്കൃഷ്ട ധർമ്മധനത്തിന്റെ അധിപതിയും ശ്രീ രാധാവല്ലഭനുമായ അങ്ങയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഇങ്ങനെ ദേവഗണങ്ങൾ ഭഗവാനെ സ്തുതിക്കുകയാണ്. ദേവകി മാതാവിൻ്റെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ദേവന്മാരൊക്കെ ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി. ശ്രീ നാരദ ഉവാച നത്വാ ഹരിം തദാ ദേവാ ബ്രഹ്മാദ്യ മുനിഭിസ്സഹ ഗായന്തസ്തം പ്രശംസന്ത സ്വധാമാനി യയുർമുദാം. അതിനുശേഷം നാരദമുനി തുടരുകയാണ്. മുനിമാരോടൊപ്പം ബ്രഹ്മാവ് മുതലായ മുഴുവൻ ദേവന്മാരും ഭഗവാനെ നമസ്കരിച്ച് ഭഗവാന്റെ മഹിമയെ പാടി പുകഴ്ത്തി ഭഗവാന്റെ സ്വഭാവത്തെ പ്രശംസിച്ചുകൊണ്ട് അവരവർ അവരുടെ ധാമത്തിലേക്ക് പോയി എന്നും. അഥ മൈഥില രാജേന്ദ്ര ജന്മകാലേ ഹരേ സതി അംബരം നിർമ്മലം ജാതം നിർമ്മലാശ്ച ദിശോ ദശാം ഉജ്ജ്വലാസ്താരകാ ജാതാ പ്രസന്നം ഭൂമിമണ്ഡലം നദാ നദ്യ സമുദ്രാശ്ച പ്രസന്നാപസരോവരാഃ. അതിനുശേഷം ഈ മഹർഷിമാരും ദേവഗണങ്ങളുമെല്ലാം അവരവരുടെ ധാമങ്ങളിലേക്ക് തിരിച്ചുപോയി. പിന്നീട് നാരദ മഹർഷി പറയുന്നത്, ഭഗവാൻ ആ ദേവകി മാതാവിൻ്റെ ഗർഭത്തിൽ അവതരിച്ചപ്പോൾ തന്നെ ഭൂമിദേവിയും ഈ പ്രകൃതിയും ആനന്ദപുളകിതരായി. ഈ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ അവരെങ്ങനെയാണ് ഭഗവാനെ സ്വീകരിച്ചത്, ഭഗവാനെ സ്വാഗതം ചെയ്തത് എന്നാണ് പറയുന്നത്. ആകാശം സ്വച്ഛമായി തെളിഞ്ഞു. 10 ദിശകളും നിർമ്മലമായി. നക്ഷത്രങ്ങൾ നന്നായി തിളങ്ങി. ഭൂമണ്ഡലത്തിൽ പ്രസന്നത വ്യാപിച്ചു. പുഴകൾ, അരുവികൾ, തടാകങ്ങൾ, സമുദ്രങ്ങൾ എന്നിവയിലെല്ലാം ജലം തെളിഞ്ഞു എന്നാണ് പറയുന്നത്. സഹസ്രദള പത്മാനി ശതപത്രാണി സർവദ വികചാനി മരുത്സ്പർശൈ പതദ്ഗന്ധിരജാംസി ച തേഷു നേതുർമധുകരാ നദന്തശ്ചിത്രപക്ഷിണഃ ശീതലാ മന്ദയാനാശ്ച ഗന്ധാക്താ വായവോ വവുഃ വൃദ്ധാ ജനപദാ ഗ്രാമാ നഗരാ മംഗലായനാഃ. ഇവിടെയും സഹസ്രദളങ്ങളുള്ളതും ശതദളങ്ങളുള്ളതുമായ കമലങ്ങൾ വിരിഞ്ഞു. മന്ദസമീരനാൽ അവയുടെ സുഗന്ധം എല്ലായിടത്തും പരന്നു. അവിടെയെങ്ങും ശീതള മന്ദ സുഗന്ധവായു വീശിക്കൊണ്ടിരുന്നു. ജനപദങ്ങളും ഗ്രാമങ്ങളും സുഖസമൃദ്ധികളാൽ സമ്പന്നമായി. വലിയ വലിയ നഗരങ്ങൾ മംഗളധാമങ്ങളായി മാറി. ദേവന്മാർ, ബ്രാഹ്മണർ, പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, പശുക്കൾ എന്നിവയെല്ലാം സുഖദ സാമഗ്രികളാൽ പരിപൂർണമായി. ദേവാ വിപ്രാ നഗാ ഗാവോ ബഭൂവ സുഖസംവൃതാഃ ദേവദുന്ദുഭയോ നേതുർജയധ്വനി സമാകുലാഃ യത്ര യത്ര മഹാരാജ സർവേഷാം മംഗളം പരം വിദ്യാധരാശ്ച ഗന്ധർവാ സിദ്ധകിന്നരചാരണാ ജഗുസ്സുനായകാ ദേവസ്തുഷ്ടുവുസ്തുതിഭിഃ പരം. എല്ലായിടവും പരമമംഗളകരമായി മാറി. ഗാനകലകളിൽ നിപുണരായ വിദ്യാധരന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, കിന്നരന്മാർ, ചാരണന്മാർ എന്നിവർ ഗീതങ്ങൾ ആലപിക്കുവാൻ തുടങ്ങി. ദേവന്മാർ സ്തോത്രങ്ങളെ കൊണ്ട് പരമപുരുഷനെ സ്തുതിക്കുവാൻ തുടങ്ങി. ദേവലോകത്തിൽ ഗന്ധർവ സ്ത്രീകളും വിദ്യാധരിമാരും ആനന്ദമഗ്നരായി നൃത്തം ചവിട്ടുവാൻ തുടങ്ങി. നനുരുതിർദിവി ഗന്ധർവാ വിദ്യാധരോ മുദാന്വിതാഃ പാരിജാതകമന്ദാരമാലതീ സുമനാംസി ച മുമുചുർദേവമുഖ്യാശ്ച ഗർജന്തശ്ച ഘനാജലം ഭാദ്രേ ബുധേ കൃഷ്ണപക്ഷേ
धात्रक्षे हर्षणे वृषे कृष्णाष्टम्यामर्धरात्रे नक्षत्रे शमहोदये अन्धकारावृते काले देवक्यां शौरिमन्दिरे आविरासिद्धरि साक्षात् आविरासिद्धरि സാക്ഷാദരണ്യാമധ്വരേഗ്നിവത്. ഇങ്ങനെ എങ്ങും മംഗളകരമായി കാണപ്പെട്ടു. ഭൂമിയും പ്രകൃതിയും എല്ലാം ഭഗവാനെ സ്വീകരിക്കുവാനായിട്ട് സന്തോഷത്തോടെ കാത്തു നിൽക്കുകയാണ്. മുഖ്യന്മായ ദേവന്മാർ പാരിജാതം, മന്ദാരം, മാലതി മുതലായ പുഷ്പങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. അതോടൊപ്പം മേഘങ്ങൾ ഗർജിക്കുകയും ജലവൃഷ്ടി നടത്തുവാനും തുടങ്ങുകയും ചെയ്തു. ഭാദ്രപദ മാസം, കൃഷ്ണപക്ഷം, ബുധനാഴ്ച, രോഹിണി നക്ഷത്രം, ഹർഷണയോഗം, വൃഷലഗ്നം, അഷ്ടമി തിഥിയിൽ അർദ്ധരാത്രി ലോകം ഇരുട്ടിൽ മൂടിയിരിക്കുമ്പോൾ ചന്ദ്രോദയ സമയത്ത് വസുദേവ ഗൃഹത്തിൽ ദേവകിയുടെ ഗർഭാശയത്തിൽ നിന്നും സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചു. അരണിത്തടിയിൽ നിന്നും അഗ്നി ഉണ്ടാവുന്നത് പോലെയായിരുന്നു അത് എന്നാണ് ഗർഗമഹർഷി പറയുന്നത്. അങ്ങനെ ഭഗവാന്റെ ആ അവതാരം, പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ആ ഹൃദയ പത്മത്തിലും ഭഗവാൻ അവതരിക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം. 11-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ തുടർച്ചയായി നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. സർവം കൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.